വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മല്ലു ഡയറി. നമ്മുടെ ഇന്നത്തെ ദിവസം ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അവൾക്ക് പറയാനുള്ളത് പറഞ്ഞോ. ഇന്നിപ്പോൾ ഒരു ചെറിയ മഴയുണ്ട്, വെയിലുണ്ട്, കാറ്റുണ്ട്, തണുപ്പുണ്ട്, എല്ലാം കൂടി ഒരു ദിവസമാണ്. കുറച്ച് കൂടുതൽ പരിപാടികളുണ്ട്. അതെ, ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങാം. ഇവിടെ ഇന്ന് വാക്സിനേഷൻ ഉണ്ട് എയ്ഡന്. വെയിലും മഴയും എല്ലാം കൂടി ആയി. അപ്പോൾ ഈ വാക്സിൻ എങ്ങനെയാണ് എവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എനിക്കും ചെക്കപ്പ് ഉണ്ട്. തൊട്ട് മുമ്പ് കണ്ടത് നമ്മൾ പച്ചക്കറിയൊക്കെ പിടിക്കുന്ന സ്ഥലമാണോ. നമുക്ക് അവിടെ ഒരു പൗണ്ടിന് കായ എന്തൊക്കെയാ, ചേന, ചേമ്പ്, സാധനങ്ങളൊക്കെ ഉണ്ട്. ചേമ്പും ചേനയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മത്തങ്ങ, ചേമ്പില്ല, ചേമ്പുണ്ട്, മത്തങ്ങയും ചേമ്പുണ്ട്. അവിടെ കായ കിട്ടാറുണ്ട്. ഞാൻ മേടിച്ചിട്ടില്ല, ചേമ്പിരിക്കാണ്ട്. ചേമ്പിനാണോ നല്ല കാറ്റുണ്ട്. നമുക്കത് വീഡിയോയിൽ കിട്ടണോന്ന് അറിയില്ല. അത് പാകിസ്ഥാനിയുടെ ഇവിടെ യുകെയിലത്തെ പിച്ചക്കാരൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. നമ്മളടുത്ത പോലെ ഒന്നല്ല. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പിച്ചക്കാരെല്ലാരും. അപ്പൊ നമ്മള് GP എത്താറായി. നമ്മൾ നിൽക്കണതിന്റെ ഓപ്പോസിറ്റ് ആണ് GP. അവിടെയാണ് നെയ്തത്തിന്റെ കരച്ചിൽ കേൾക്കാൻ പോണ സ്ഥലം. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന അവിടുത്തെ GP ആണ്. നമ്മൾ ഇതുവരെ നമ്മുടെ പുതിയ സ്ഥലത്തേക്ക് GP മാറ്റിയിട്ടില്ല, മാറ്റണം. അപ്പോൾ അത് ഏതുകുട്ടന് വാക്സിൻ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. 2 വാക്സിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി കരഞ്ഞ കൂടുതൽ അമ്മയാണ് കരഞ്ഞത്. അമ്മയ്ക്കാണോ കുട്ടിക്കാണോ വാക്സിൻ എടുത്തതെന്ന് അറിയില്ലേ. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വാക്സിൻ്റെ? രണ്ട് വാക്സിൻ ഉണ്ടായിരുന്നു. അതെ, അവന് ഇത്തിരി ടയേർഡായിരിക്കുന്നു പറഞ്ഞു, പനി വരുന്നു പറഞ്ഞു. പിന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. അത് അല്ല, ഡോക്ടറെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അത് ഒന്ന് കാണിക്കണം. ഇവിടെ റിയാനി കാണിക്കണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അവിടെ പേര് കാണിക്കും, അതിന് പേര് എഴുതി കാണിക്കും. കണ്ടോ, ഇപ്പോൾ ഒരാളുടെ പേര് കണ്ടോ, അവിടെ പേര് എഴുതി. ബാക്കി വിശേഷങ്ങളുമായി കാണാം. അപ്പോൾ നമ്മൾ GPയുടെ തൊട്ടടുത്തുള്ള ഫാർമസിയിൽ വന്നിരിക്കുകയാണ്. കാരണം വാക്സിൻ എടുത്തുകൊണ്ട് പനി വരാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ പാരസെറ്റമോൾ എഴുതി തന്നിരുന്നു, അത് വാങ്ങാനാണ്. അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മെഡിസിനൊക്കെ വാങ്ങി. ഇവന് വാക്സിൻ എടുത്ത കാരണം പനി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പാരസെറ്റമോൾ തന്നിട്ടുണ്ട്, അത് കൊടുക്കാൻ. അതൊക്കെ വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങൾ പഴയ താമസിച്ചേർന്ന വീട്. കാണിച്ചു തരാം കേട്ടോ. 137 ഇതായിരുന്നു ഞങ്ങളുടെ പഴയ വീട്. ഒരു പേട്ടാപ്പുളി വീടാണ്. ഞങ്ങൾ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയതാ. ഞങ്ങൾ സന്തോഷമായിരുന്നു. വീട് കൊള്ളില്ലാന്ന് മാത്രം. ഇവിടെ ഞങ്ങള് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്താണ്. ദേ കണ്ട, പിന്നെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കുറെ നേരം ഇരുന്നത്. ഞങ്ങള് രാത്രിയാണ് അറിഞ്ഞത്. ഇവിടെ ഒരു 9 മണിക്ക് ആയിണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാനൊന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങള് അതിന്റെ സ്ട്രിപ്പ് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കുറേ നേരം വന്നിരുന്നു. ഞങ്ങള് രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു വന്നിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കുറേ നേരം. ഈ വഴിക്കൊക്കെ വന്നിട്ട് കുറേ നാളായിട്ടാ. ഇഷ്ടം പോലെ നാളായി. മിസ് ചെയ്യുന്നുണ്ട് ഈ വഴികള്. പാർക്ക് കാണിച്ചു തരാം കേട്ടോ, അടിപൊളിയാ. നെക്സ്റ്റ് നമ്മൾ പാർക്കിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട്. ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന ഷെഫ് നിബിൻ അവിടെയാണ് വർക്ക് ചെയ്യണത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ, ഫേമസാ. അപ്പൊ അങ്ങോട്ട് പോവാ. ഓക്കെ. ഞങ്ങൾ ഒരുപാട് നടന്ന വഴികൾ. അതെ, ഇതിൽ ഷോർട്ട് കട്ട് ഉണ്ട്. സ്ട്രാറ്റ്ഫോർഡ് ബസ് സ്റ്റേഷനിലേക്കും അങ്ങനെ എല്ലാത്തേക്കും ഷോർട്ട് കട്ട് ഉണ്ട്. സുഖമായിട്ട് പോകാൻ പറ്റും. ഇത് കണ്ടോ അവിടെ, അത് ടെന്നീസ് കോർട്ട്. അത് ടെന്നീസ് കോർട്ട്
ഏതാണ് അവിടെ ചെറിയ ബ്ലോസം ഉണ്ട്. അവിടെ ആയോ നോക്കാം പൂവ്. ഞങ്ങൾ കഴിഞ്ഞാലും അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ അല്ല, നിങ്ങൾ ഡാൻസ് കളിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എല്ലാ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. കളറൊന്നും കാണാല്ലേ, ആയി വരണുള്ളൂ. സ്പ്രിംഗ് ആയി കഴിയുമ്പോൾ ലണ്ടനിലെ പാർക്കുകളൊക്കെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം പല നിറത്തിലുള്ള പൂക്കൾ പൊതിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഈ വഴി തന്നെ കണ്ടില്ലേ, ഈ വഴിയിൽ 2 സൈഡിലും നിറച്ച് വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോ എടുക്കാനാണെങ്കിൽ കിടില സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ എപ്പോഴും വന്നിരിക്കും. ഇവിടെ ഉണ്ടാവും രാത്രി. അതെ, ഇവിടെ എപ്പോഴും കളി നടന്നുകൊണ്ടേ ഇരിക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് കാണാൻ. ചിലർ കളിക്കാൻ നല്ലോണം അറിയണവരുണ്ടാവും, ചിലർ ഒന്നും കളിക്കാൻ അറിയാത്തവരുണ്ടാവും. ഈ ചൈനക്കാരൊക്കെ കളിക്കാൻ അറിയാത്തവരുടെ വിളി കാണാൻ അത് കാണാൻ വേണ്ടി വന്നിരിക്കും. പൂവരണല്ല, പൂവെല്ലാം പോയി. ചെറിയ ബ്ലോസോടെ കഴിഞ്ഞു, താഴെ വീണെടുക്കുന്നു. കണ്ട ഇവിടെ നല്ല അടിപൊളിയായിരുന്നു ശരിക്കും. വെള്ളം മെത്ത വിരിച്ച പാർക്ക്. റിയാപ്പി തന്നെ റിയാപ്പി ഇപ്പൊ പ്രാവിനെ പറത്തെന്ന് പറഞ്ഞ് ഓടി പോയതാണ്. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ എ അതായിരുന്നു. കളർ അൽസൈറ്റ്, ആ ഗ്രീൻ കണ്ടോ, അതായിരുന്നു അടച്ചിട്ടേക്കാൻ. പ്ലാൻ ബി നമ്മളപ്പോ ആരോമയിലേക്ക് പോകും. സ്ട്രാറ്റ്ഫോർഡ് സെന്ററിന്റെ ഉള്ളിലുള്ള ആരോമ. തോന്നുന്നുണ്ടോ? തോന്നണ പോലെ ഇല്ലായില്ല. രണ്ടാളും രാവിലെ എണീറ്റ പിന്നെ വിശപ്പിൽ നടന്ന് തിരികെ. ഇന്നലെ രാത്രി കഴിച്ചത് നന്നായിട്ട്. പക്ഷെ എന്നാലും എന്താവും, ഞങ്ങൾ വെച്ച് പെട്ടെന്ന് ഇവിടുന്ന് കഴിയുന്നു. പെട്ടെന്ന് തന്നെ കഴിഞ്ഞത്. അതെ, ഓക്കെ. ഇപ്പൊ അടുത്ത് ആരോഗ്യം വെച്ച് വേണം. അങ്ങനെ അരോമയിലെത്തി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ചേട്ടൻ വാങ്ങിയത് ലാമ്പ് ആൻഡ് പൊറോട്ട ആയിരുന്നു. ഞാൻ വാങ്ങിയത് സ്പൈസി അൽഫാമന്തി ആയിരുന്നു. അടിപൊളിയാണ് കേട്ടോ. പക്ഷെ അതിനിടയിലാണ് നമ്മുടെ ഏതൊട്ട് എഴുന്നേറ്റത്. അപ്പോൾ അവന് നമ്മൾ കൊണ്ടുവന്ന പാല് കൊടുക്കുകയാണ്. നമ്മൾ പാലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വാക്സിൻ എടുത്തത് കൊണ്ട് തന്നെ അവന് നല്ല വിശപ്പുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അരോമ. സ്ട്രാറ്റ്ഫോർഡിലായിരുന്ന ആകെയുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇപ്പോൾ ഇവിടെ അൽസൈത്തൊക്കെ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സ്ട്രാറ്റ്ഫോർഡ് തന്നെയുള്ളൊരു മാളുണ്ട്, വെസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് വന്നിരിക്കുക. അപ്പോൾ ഒരു കാഴ്ച കണ്ടു, നിങ്ങളെ കാണിച്ചു തരാട്ടാ. ഇവിടെ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, ഒന്നും പറയാല്ലേ. വലിയ വലിയ ബ്രാൻഡുകളെല്ലാം മാർക്കറ്റിംഗും. ഇവർക്ക് ഭയങ്കര ഐഡിയകളാ. ഒന്നിനോടൊന്നും മെച്ചം. അത് ഭയങ്കര വെറൈറ്റി ഐഡിയകളുണ്ടാവും. അതെ അതെ, എല്ലാ കാര്യങ്ങൾക്കും അതെ. ഇവര് നന്നായിട്ട് പൈസയുടെ ടീമുകളോ അല്ലേ. പിന്നെ ഇവരുടെ ഹെഡ്മാരും ഭയങ്കര ബുദ്ധിയുള്ളവരും. കൊള്ളാം. എല്ലായിടത്തും കുറെ സെയിലും ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനകത്ത് കയറുമ്പോൾ കൊടുക്കാത്ത പൈസ ആയിരിക്കും. കയറി നോക്കാം. ഇവിടെ സെയിലുകൾ നടക്കുന്നുണ്ട്. എല്ലായിടത്തും സെയിലാ. പക്ഷെ ഞാൻ വിചാരിച്ചത് അവിടെ ആരിക്കണേന്ന്, ഡമ്മിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ടീഷർട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ട് ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രയൽ റൂമിൽ കയറിയിട്ട് കുറച്ച് നേരമായി, കാണാനില്ല. ഞാനകത്ത് വല്ല ക്യൂ ഉണ്ടോയെന്ന് അറിയില്ല. ആ കടയിൽ നിന്ന് ഇറങ്ങി ഒന്നും മേടിച്ചില്ല. ഭയങ്കര ഇറക്കം. ആ ഇഷ്ടമായിട്ടോ, പക്ഷെ ഭയങ്കര ഇറക്കം. പക്ഷെ ഇപ്പൊ മേടിക്കില്ലേ, കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ കണ്ടിട്ട് മേടിക്കാല്ലേ. മേടിക്കാനുള്ള സാഹചര്യത്തിലല്ല. കാരണം ഞങ്ങൾ അടുത്ത മാസം വിസ പുതുക്കണ സമയം. അപ്പൊ അതിന് കുറച്ച് ചെലവുണ്ട്, കുറച്ചധികം ചെലവുണ്ട്. ഞങ്ങൾ പോണത് പ്രൈമാർക്കിലാണ്. ഞങ്ങളുടെ റൂംമേറ്റ്സിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അപ്പൊ അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങണം. ഹൗസ് മേറ്റ്സ്, റൂംമേറ്റ്സ് അല്ല. അപ്പോ അതിന് പോവാ. പ്രൈമാർക്ക് നമ്മൾ പ്രൈമാർക്കിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്.
ബോയ്സിന്റെ സെക്ഷനിലപ്പോൾ ജീസിട്ടനെ അവിടെ ഭയങ്കര തപ്പലാണ്. ആളെ കാണാനില്ല, പക്ഷെ ഇങ്ങോട്ട് പോയെന്നറിയില്ല. ഞങ്ങളൊരു സൈഡിൽ നിൽക്കുക. ഞങ്ങൾ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചു. കുറേ സമയം എടുത്തില്ല. അത് കഴിഞ്ഞ് H&M കയറി വെറുതെ നോക്കി. അങ്ങനെ എല്ലായിടത്തും നോക്കിയിട്ടാണ് ലാസ്റ്റ് എടുത്തതാണത്. വലിയ വാക്സിൻ എടുത്തുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു. ഭയങ്കര കരച്ചിൽ, ഭയങ്കര വേദന ഉണ്ടായിരുന്നു അവന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാണ്. കാരണം ഏതൊട്ടും ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ടായിരുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരെ ബായ്.